റെഡ് അലർട്ട് പ്രഖ്യാപിച്ച വയനാട് ജില്ലയിൽ മഴക്കെടുതി അതിരൂക്ഷമാണ്. 20 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഇതിനോടകം 694 പേരാണ് കഴിയുന്നത്. രാവിലെ 8:30 വരെയുള്ള കണക്കനുസരിച്ച് കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ വയനാട്ടിൽ അതിതീവ്ര മഴയാണ് കിട്ടിയത്. അതിശക്തമായ മഴയെ തുടർന്ന് തലപ്പുഴ, കാപ്പിക്കളം, പൊയിൽ, പേരിയ മേഖലകൾ വെള്ളത്തിലായി. മുത്തങ്ങ മേഖലയിൽ നൂൽപ്പുഴ കരകവിഞ്ഞ് ദേശീയപാത 766 വെള്ളം കയറി. മാനന്തവാടി വള്ളിയൂർക്കാവിൽ വെള്ളം കയറി വീട്ടിൽ നിന്നും ഉത്തരേന്ത്യൻ കുടുംബത്തെ JCB ഉപയോഗിച്ച് മാറ്റി. വയനാട് സുർജിത്ത്, വയനാടെമ്പാടും അത് ഏതെങ്കിലും മേഖല തിരിച്ചല്ല, വയനാടെമ്പാടും ഇപ്പോഴും അതേ തീവ്രതയിൽ കനത്ത മഴ തുടരുകയാണോ? തീവ്രമായ മഴ തുടരുന്നുണ്ട്. അത് ഇടവിട്ടാണ് പെയ്യുന്നത്. ഇടവിട്ട് പെയ്യുന്ന മഴപ്പെയ്ത്തിന്റെ ഖനം കൂടുതലാണ് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കൈപ്പാട്ടുകുന്ന് എന്ന് പറയുന്ന പ്രദേശത്താണ്. ഇവിടെ മഴ ചാറ്റൽ മഴ മാത്രമാണ്. പക്ഷെ അല്പസമയം മുമ്പ് വളരെ വലിയ രീതിയിലുള്ള മഴ പെയ്ത ഒരു പ്രദേശമാണ്. പൂർണ്ണമായും വെള്ളത്തിലാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് വയലിലല്ല, റോഡിലാണ്. ഇതൊരു റോഡാണ്. ഈ റോഡിലാണ് ഇങ്ങനെ ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത്. കൈപ്പാട്ടുകുന്നിൻ്റെ തൊട്ടപ്പുറത്ത് പനമരം പുഴ ഒഴുകുന്നു. ആ പുഴയോട് ചേർന്നുള്ള ഇപ്പുറത്തുള്ള മറുഭാഗത്തുള്ള റോഡാണിത്. ആ റോഡിൻ്റെ ഒരു ഭാഗം വയലാണ്. പുഴയിൽ നിന്നും വെള്ളം ഇരച്ചെത്തി വയൽ മുങ്ങി, റോഡ് മുങ്ങി. അങ്ങനെ ഒരു അവസ്ഥയാണ് വയനാടിനെ സംബന്ധിച്ചുള്ളത്. ഏറ്റവും കൂടുതൽ മഴ പെയ്ത പ്രദേശങ്ങൾ വയനാട് ജില്ലയിലാണ്. സംസ്ഥാനത്ത് തന്നെ തവിഞ്ഞാലും കുഞ്ഞോമും ഉൾപ്പെടെയുള്ള ഇത്തരത്തിലുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ കനത്ത രീതിയിൽ മഴ തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതുമൂലം പല കീഴ്ത്തടങ്ങളിലെ പ്രദേശങ്ങളും വെള്ളക്കെട്ടിലാണ്. മാനന്തവാടി വള്ളിയൂർക്കാവിൻ്റെ ഭാഗം, തലപ്പുഴ പേരിയ ഭാഗം, അതോടൊപ്പം തന്നെ ഈ നൂൽപ്പുഴയുടെ ഭാഗമായുള്ള പ്രദേശങ്ങൾ, കല്ലൂർ പുഴയുടെ ഭാഗമായുള്ള പ്രദേശങ്ങൾ, ഇവിടെ എല്ലാം തന്നെ വലിയ രീതിയിൽ വെള്ളം കയറി വെള്ളക്കെട്ടിനെ അഭിമുഖീകരിക്കുന്ന അവസ്ഥയുണ്ട്. മേപ്പാടിയിലും സമാനമായ രീതിയിൽ കള്ളാടിപ്പുഴ പലയിടങ്ങളിലും കരകവിഞ്ഞ് ഒഴുകുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ വയനാട്ടിലുള്ളത്. ഇവിടെ കുറേ പേർ ഇവിടെയുണ്ട്. ഈ പ്രദേശവാസികളായിട്ടുള്ള ആളുകളാണ്. എല്ലാ കാലത്തും ഇത് തന്നെയാണോ അവസ്ഥ? കഴിഞ്ഞ പ്രാവശ്യം മഴ കുറവായിരുന്നു. ഇപ്രാവശ്യം ഏറെക്കുറെ നല്ല മഴയാണ് ലഭിച്ചത്. ഇവിടെ തോണിയൊക്കെ ഇറക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷത്തെക്കാട്ടും ഇപ്പം ഇങ്ങോട്ട് അത്യാവശ്യം വെള്ളം കയറിയിട്ടുണ്ട് ഈ പ്രാവശ്യം. പക്ഷേ പ്രളയത്തിന് ഏകദേശം റോഡൊക്കെ മൂടിയായിരുന്നു. പൂർണ്ണമായിട്ട് മൂടിയായിരുന്നു. ഇപ്പോൾ ഏകദേശം ഇപ്പോൾ റോഡിന് ഹൈറ്റ് ഉള്ളതുകൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത്. ഈ റോഡിൽ ഈ കുറേ താമസക്കാരുണ്ട്. ഈ റോഡിൽ അവരുടെ സ്ഥിതിയൊക്കെ ഭയങ്കര ഒരു ദയനീയാവസ്ഥയാണ്. ഈ ഭാഗത്തൊക്കെ ധാരാളം ആൾക്കാർ, ഇവിടെ ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഈ റോഡുകളിൽ ഇപ്പോൾ ഒരാൾ വെള്ളമുണ്ട് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഇവിടെ അവരൊക്കെ ഇപ്പോൾ അങ്ങോട്ട് പോകാൻ ആ വഴി പലയിടത്തേക്ക് പോകാം. പിന്നെ എൻ്റെ വീടാണിത്. ഈ വീട് ഇതിപ്പോൾ ചുറ്റുമുറ്റത്ത് വെള്ളം കയറി വരാൻ ഇപ്പോൾ സാധനങ്ങൾ എടുത്ത് മാറ്റി എവിടെയെങ്കിലും പോകണം. ഇത് ഇവിടെ പോലീസുകാർ മാത്രം ചെക്കിങ്ങിന് വരുള്ളൂ. അവർ ചെക്കിങ് മാത്രമേ ചെയ്യുള്ളൂ, വേറെ ഒന്നും ചെയ്യത്തില്ല. അത് അന്വേഷിക്കേണ്ട കാര്യങ്ങൾക്കൊന്നും വരില്ല. തോണി ഇറക്കിയാൽ നമ്മൾ അക്കരെ പോകാൻ വേണ്ടിയിട്ട് ഇറക്കിയേക്കുന്നത്. ഇവിടെ ഇവർ നിൽക്കുന്നതിന് പുറകിലായി ആ തോണി ഒന്ന് കാണിക്കാം. എല്ലാവരും ഒന്ന് മാറിക്കഴിഞ്ഞാൽ തോണി ഒന്ന് കാണിക്കാം. ഒരു തോണി ഇറക്കിയിട്ടിട്ടുണ്ട്. ആ തോണി ഇവിടെ യാത്രയ്ക്ക് വേണ്ടിയാണ്. അതായത് അപ്പുറത്തെ കരയെ ബന്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഈ തോണി ഉപയോഗിക്കുന്നത്. അല്ലാതെ വേറൊരു വഴിയുമില്ല. ഇതിന് തൊട്ടടുത്തൊക്കെ തന്നെ വലിയ ആഴമുണ്ട്. അതുകൊണ്ട് തന്നെ ഭീതി ഉള്ള ഒരു അന്തരീക്ഷം പൊതുവെ വയനാടിനെ സംബന്ധിച്ചുണ്ട്. ഹുസൈൻ നിർവേഷം പറയാണ്, പനമരം നെല്ലിയമ്പത്ത് അതിശക്തമായ മഴയിൽ വീടിന്റെ മതിലിടിഞ്ഞു. കഴുങ്ങുംതോടൻ ആബിദിന്റെ വീടിന്റെ മതിലടിഞ്ഞു എന്നൊരു പ്രശ്നം പറയുന്നുണ്ട്. അപ്പോൾ സുർജിത്ത്, എനിക്കൊന്ന് മഴയ്ക്കൊപ്പം ഈ മഴ ദുരിതവും മഴ നാശങ്ങളും ഒരുപാടാവുന്നുണ്ടെന്ന് തോന്നുന്നു പല സ്ഥലങ്ങളിലും. സുർജിത്ത്. ഉണ്ട് ഹാഷ്മി, അതാണ് അവസ്ഥ. കാരണം എന്താ വെച്ചാൽ മഴ വളരെ ശക്തമായ രീതിയിൽ ഇടവിട്ട് പെയ്യുന്നു എന്നുള്ളതാണ് വയനാടിൻ്റെ ഒരു പ്രത്യേക സാഹചര്യം. നേരത്തെയൊക്കെ ഈ മഴ കീഴ് ജില്ലകളിലെല്ലാം തന്നെ, താഴെയുള്ള ജില്ലകളിലെല്ലാം തന്നെ ഉണ്ടാകുന്ന ഘട്ടത്തിൽ വയനാട്ടിൽ മഴയുണ്ടായിരുന്നില്ല. വയനാട്ടിലും കാസർഗോഡുമാണ് മഴ കുറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയല്ല. കഴിഞ്ഞ 3 ദിവസമായി ഒരു പ്രളയ സമാനമായ അന്തരീക്ഷത്തിലേക്ക് വയനാട് മാറുന്നു എന്നുള്ളതാണ്. ഇനിയും റെഡ് അലേർട്ടാണ്. മഴ തുടരാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം തന്നെ വയനാടിനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയുണ്ട്. ഈ വെള്ളമെല്ലാം എത്തുന്നത് കബനിപ്പുഴയിലേക്ക്, ചാലിയാർ പുഴയിലേക്കുമാണ്. നിലമ്പൂരിന്റെ ഭാഗത്തുള്ള ചാലിയാർ പുഴയിൽ ഇവിടെ പെയ്യുന്ന മഴപ്പെയ്ത്തെ ആശ്രയിച്ചാണ് ചാലിയാർ പുഴയിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പുഴയാണ് കബനിപ്പുഴ. കബനിപ്പുഴ നേരെ ചെന്നെത്തുന്നത് കർണാടകയിലെ ബീച്ചനഹള്ളി ഡാമിലാണ്. ബീച്ചനഹള്ളി ഡാമിന്റെ ഷട്ടറുകൾ കഴിഞ്ഞ ദിവസം തന്നെ തുറന്നിട്ടുണ്ട്. 60,000 ക്യൂസെക്സ് വെള്ളമായി പുറത്തേക്ക് ഒഴുക്കുന്ന നീരിന്റെ അളവ് 60,000 ക്യൂസെക്സായി ഉയർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ആ ഡാം അടച്ചു കഴിഞ്ഞാൽ വയനാട്ടിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാകും. പക്ഷേ ഡാം ഇപ്പോൾ
തുറന്ന് വച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. കബനിപ്പുഴയിൽ നീരൊഴുക്ക് വലിയ രീതിയിൽ കൂടിയിട്ടുണ്ട്. കാരണം ഈ വെള്ളമെല്ലാം എത്തുന്നത് ഈ പനമരം പുഴയായാലും അതോടൊപ്പം മാനന്തവാടി പുഴയായാലും തലപ്പുഴയായാലും ഇതെല്ലാം എത്തുന്നത് നേരെ കബനിയിലേക്കാണ്. കബനിയിൽ നീരൊഴുക്ക് കൂടുന്ന സാഹചര്യമുണ്ട്. ചിലയിടങ്ങളിൽ നിന്നും ആളുകൾ മാറാൻ തയ്യാറാകാത്ത ചില ദൃശ്യങ്ങളും പുറത്തു വന്നതാണ്. ചില ഗോത്ര കുടുംബങ്ങളൊന്നും മാറാൻ സന്നദ്ധരാകുന്നില്ല എന്നുള്ളതും ഒരു പ്രശ്നമാണ്. അവരെയൊക്കെ നിർബന്ധിച്ച് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് എത്തിക്കാനുള്ള നടപടിയാണ് സ്വീകരിക്കുന്നത്. നിലവിൽ 25ഓളം ദുരിതാശ്വാസ ക്യാമ്പുകൾ വയനാട് ജില്ലയിൽ തുറന്നിട്ടുണ്ട്. 800ഓളം ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും എല്ലാ മുന്നൊരുക്കവും സ്വീകരിച്ചിട്ടുണ്ട്. വയനാടിനെ സംബന്ധിച്ച് ജില്ലാ ഭരണകൂടമായാലും ദുരന്ത നിവാരണ അതോറിറ്റി ആയാലും സന്നദ്ധ പ്രവർത്തകരായാലും എല്ലാവരും വളരെ സജീവമായി ഇടപെടുന്നു. പേരിയയിൽ ഉൾപ്പെടെ അത്തരം ദൃശ്യങ്ങൾ ലഭിച്ചതാണ്. ആളുകളെ മാറ്റുന്നത് DYFI യൂത്ത് ബ്രിഗേഡിൻ്റെ പ്രവർത്തകരുണ്ട്, സന്നദ്ധ പ്രവർത്തകരുണ്ട്, നാട്ടുകാരുണ്ട്. അവരെല്ലാം ചേർന്ന് ഈ രോഗികളെ എല്ലാം തന്നെ മാറ്റുന്ന ദൃശ്യങ്ങൾ നമുക്ക് പേരിയിൽ നിന്ന് ലഭിച്ചിരുന്നു. അത് തോണി പോലൊരു സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് ആളുകൾ കിടപ്പ് രോഗികളെ ഉൾപ്പെടെ അവിടെ നിന്ന് മാറ്റുന്ന ഒരു സാഹചര്യമുള്ളത്. അങ്ങനെ സന്നദ്ധ ആ ദൃശ്യങ്ങളും പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നുണ്ട്. വയനാട് പെരുമഴയാണ്. ഇതാ ഇവിടെ റഹീം വയനാട് പറയുന്നു വയനാട് വൈത്തിരി ലക്കിടി ഹെവി റെയിനാണെന്ന് പറയുന്നു. ശ്രീരാജ് കാലിക്കട്ട് പറയുന്നു കോഴിക്കോട് വേങ്ങേരി പുതിയ നിർമ്മാണത്തിലിരിക്കുന്ന ബൈപ്പാസിൽ വെള്ളം കയറി വാഹനങ്ങൾ പോകുന്നു നിർത്തി. വേങ്ങേരി കക്കോടി ഭാഗത്തൂടെ പോവാതെ മലാപ്പറമ്പ് വഴി വാഹനങ്ങൾ പോകുന്നു എന്ന് പറയുന്നു. സാന്ദ്ര പറയുന്നു കോഴിക്കോട് മഴ. വേറൊരു പ്രേക്ഷകൻ കണ്ണൂരിൽ ശക്തമായ മഴ. നന്ദന കോഴിക്കോട് മഴ. സജന മലപ്പുറത്ത് മഴ. ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളും നല്ല പെരുമഴ പെയ്യുന്ന സമയമാണ്.